നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുൻ മണലൂർ എംഎൽഎയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന PA മാധവൻ അന്തരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ VBG റാംജി പദ്ധതി പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങളുമായി KSKTU പ്രതിഷേധിച്ചു. കേരളത്തിൽ തനത് ക്ഷേത്രകലാരൂപമായ ഓട്ടംതുള്ളൽ ആദ്യമായി സ്കോട്ട്ലൻഡിന്റെ സാംസ്കാരിക വേദിയിലെത്തുന്നു. വാർത്തകൾ വിശദമായി. മുൻ മണലൂർ MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന PA മാധവൻ അന്തരിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് മാസങ്ങളായി ചികിത്സയിലായിരുന്നു. എറണാകുളം റിനൈ മെഡിസിറ്റി ആശുപത്രിയിലായിരുന്നു അന്ത്യം. 2011-2016 കാലയളവിൽ മണലൂർ നിയോജക മണ്ഡലത്തിൽ MLA ആയിരുന്നു. നിലവിൽ KPCC നിർവാഹക സമിതി അംഗമാണ്. തൃശൂർ DCC പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ തൃശൂർ മുണ്ടൂരിലെ വീടിന് സമീപത്ത് വെച്ച് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ പിക്കപ്പ് വാൻ ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. വലപ്പാട് പുത്തൻപള്ളിയിൽ സെൽഫ് എന്യൂമറേഷൻ ക്യാമ്പയിൻ നടന്നു. മഹല്ല് വൈസ് പ്രസിഡന്റ് NM ഷെരീഫ് അധ്യക്ഷനായി. ഫീൽഡ് ട്രെയിനർ സുഭാസ് A. ജോസ് ഉദ്ഘാടനം ചെയ്തു. മഹല്ല് ജനറൽ സെക്രട്ടറി PI നസീർ, ജോയിന്റ് സെക്രട്ടറി PA ഷാജഹാൻ, CK ഷംസുദ്ദീൻ, VI അബു താലിഫ്, നൌഷാദ് ആറ്റുപറമ്പത്ത്, ഫൈസൽ മാഷ് എന്നിവർ പങ്കെടുത്തു. 2027 സെൻസസിന്റെ ഭാഗമായിട്ട് നടക്കുന്ന സെൽഫ് എന്യൂമറേഷൻ ക്യാമ്പയിനാണ് വലപ്പാട് മഹല്ല് ജമാഅത്തെ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ സെൻസസിന്റെ വലിയൊരു പ്രക്രിയയാണ്. ഭാരതത്തിലെ ഏറ്റവും വലിയ അതിസമ്പന്നമായ സെൻസസിന്റെ പ്രക്രിയയിൽ നമ്മളൊക്കെ പങ്കാളികളാവുകയാണ്. ഏറ്റവും ഇതൊരു ഫ്രെയിം വർക്കാണ്. നമ്മുടെ വീടിൻ്റെ സ്ഥിതി, വീട്ടിലെ സാമഗ്രികൾ, താമസിക്കാനുള്ള സൗകര്യം, ഇതൊക്കെ അടയാളപ്പെടുത്തുന്ന ഒരു ഫ്രെയിം വർക്കാണ്. ഇതിൻ്റെ ശരിയായ പോപ്പുലേഷൻ സെൻസസ് നടക്കുന്നത് ഫെബ്രുവരിയിലാണ്, 2027 ഫെബ്രുവരിയിലാണ്. കേന്ദ്ര സർക്കാരിന്റെ VBG റാംജി പദ്ധതി പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി KSKTU നാട്യ ഏരിയ കമ്മിറ്റി തൃപ്പയാർ BSNL ഓഫീസ് ഉപരോധിച്ചു. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം AS ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി KC സുധ, ജില്ലാ കമ്മിറ്റി അംഗം ഷനിത്, സ്മിന ശൈലേഷ്, സന്തോഷ് K. രാജൻ, ശ്രീരാജ് പോൾസൺ എന്നിവർ സംസാരിച്ചു. മഹാത്മാഗാന്ധിയുടെ പേരിൽ നിന്നും ഇത് റാമിന്റെ പേരിലേക്കായിട്ട് മാറ്റുന്നു. എല്ലാ പേരുകളും ഇന്ന് അതിലേക്ക് നാം ഇവിടെ ഒരുപാട് വീടുകൾ കഴിഞ്ഞ പ്രളയം വന്നപ്പോഴും ഒക്കെ തന്നെ നിരവധി വീടുകൾ ഇവിടെ കൊടുത്തപ്പോഴും കേരള സർക്കാർ 5 ലക്ഷം രൂപയായി ഈ വീടുകളുടെ പണികൾ അതിനുവേണ്ടി നൽകുമ്പോഴും അവിടെ നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് അതിൽ ആലേഖനം ചെയ്യണം എന്ന് നിർബന്ധമായിട്ടുള്ള വാശി പിടിച്ചു. റോഡിൽ നിന്ന് കളഞ്ഞു കിട്ടിയ 1.5 പവൻ തൂക്കമുള്ള പാദസരം യഥാർത്ഥ ഉടമയ്ക്ക് തിരികെ നൽകി മാതൃകയായി മത്സ്യത്തൊഴിലാളിയും CPM എടമുട്ടം ലോക്കൽ കമ്മിറ്റി അംഗവുമായ AR സത്യൻ. ജൂൺ 29 സെൻസസ് ഡ്യൂട്ടിക്ക് പോകുന്നതിനിടെ കോതകുളം ബീച്ച് നാലുംകൂടിയ സെന്ററിന് സമീപം വെച്ചാണ് വലപ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക ഫിലോമിനയ്ക്ക് 1.5 പവന്റെ പാദസരം നഷ്ടമായത്. പാദസരം നഷ്ടമായ വിവരം ഫിലോമിന താൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിയുടെ അമ്മയും കോതകുളം ബീച്ച് ആയുർവേദ ആശുപത്രിയിലെ ക്ലർക്കുമായ സിജി EVയോട് അന്വേഷിച്ചു. ഇതിനിടെയാണ് റോഡിൽ നിന്ന് ലഭിച്ച പാദസരത്തിന്റെ ഉടമയെ കണ്ടെത്താൻ AR സത്യന് ശ്രമിക്കുന്നതായി വിവരം ലഭിച്ചത്. തുടർന്ന് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനന്റെ സാന്നിധ്യത്തിൽ പാദസരം യഥാർത്ഥ ഉടമയ്ക്ക് കൈമാറി. ഉടമ നൽകിയ ഉപഹാരം സ്വീകരിക്കാൻ സത്യൻ തയ്യാറാകാതിരുന്നതും അദ്ദേഹത്തിന്റെ സത്യസന്ധതയ്ക്ക് കൂടുതൽ മികവ് നൽകി. AR സത്യന്റെ മാതൃകാപരമായ പ്രവൃത്തിയെ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ, വൈസ് പ്രസിഡന്റ് ഗേളി ഷാജി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ഷജിത്ത്, മുൻ പഞ്ചായത്ത് അംഗം പ്രകർഷൻ എന്നിവർ അഭിനന്ദിച്ചു.
അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിലൂടെ കായിക പ്രേമികളെ വഞ്ചിക്കുന്ന UDF സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ നാട്ടിക മേഖലാ കമ്മിറ്റി തൃപ്പയാർ KSEB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം BS ജോൽസിന ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ നാട്ടിക മേഖലാ പ്രസിഡന്റ് ജിനോയ് TJ അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ നാട്ടിക മേഖലാ സെക്രട്ടറി ജിജേജ് പുളിക്കൻ, CPM നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KB ഹംസ, ഡിവൈഎഫ്ഐ നേതാക്കളായ നിഷ ശ്രീജിത്ത്, വിഷ്ണു AKG, ദിൽഷാദ്, TV ശ്രീജിത്ത്, AN സുധീർ, രാധാകൃഷ്ണൻ, അലോക് മോഹൻ, ഇസ്മയിൽ എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു സർക്കാർ അധികാരത്തിൽ വന്ന് 10 ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിൽ 10 വർഷമായി നമുക്ക് പരിചയമില്ലാത്ത, 10 വർഷമായി നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത ലോഡ് ഷെഡിങ്, പവർ കട്ട്, ഈ സംവിധാനങ്ങൾ 10 ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിന് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകകപ്പ് നടക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് ഫുട്ബോൾ ആരാധകർക്ക് പേരുകേട്ട നാടാണ്. അത്രയേറെ ഫുട്ബോൾ പ്രേമികളുള്ള മലയാളികൾ ഈ കേരളത്തിൽ ലോകകപ്പ് നടക്കുന്ന സമയത്ത് ഇവിടുത്തെ ഫുട്ബോൾ ആരാധകരുടെ മുഖത്തേക്ക് പല്ലിളിച്ച് കാണിക്കുന്ന നടപടികളാണ് ഈ കേരളത്തിനകത്ത് ഇന്ന് അധികാരത്തിലിരിക്കുന്ന UDFന്റെ കോൺഗ്രസിന്റെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരമുക്ക് പൂത്തൃക്കോവ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഞാറ്റുവേല പച്ചക്കറി കൃഷി ആരംഭിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CG മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. 15-ാം വാർഡ് മെമ്പർ സുനിത ബാബു അധ്യക്ഷയായി. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത്, മാതൃസമിതി പ്രസിഡന്റ് ധനലക്ഷ്മി ശാന്തൻ, വിജയൻ മാഷ് നമ്പിയത്ത്, ജോസഫ് പള്ളിക്കുന്ന് എന്നിവർ സംസാരിച്ചു. ചടങ്ങുകൾക്ക് മാതൃസമിതി അംഗങ്ങളായ സുഷമ സുനിൽ, അജിത ശ്രീനിവാസൻ, ധനലക്ഷ്മി ശാന്തൻ, രമ്യ പ്രദീപ്, ബിന്ദു സജി, ലീല എടക്കാട്ടിൽ, വത്സല രാജൻ, അഞ്ജലി ഷാജി എന്നിവർ നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര അസോസിയേഷൻ ഡയാലിസിസ് സെന്ററിൽ റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടെ രോഗികൾക്കായി ഡയാലിസിസ് കിറ്റ് വിതരണ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി തെരഞ്ഞെടുത്ത രോഗികൾക്ക് ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് സുഗണൻ കൊട്ടേക്കാട്ട് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മീന സുനിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ശിവരാമൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. റോട്ടറി ക്ലബിനെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് ഡോക്ടർ അഭിഷേക് മോഹൻദാസ്, സെക്രട്ടറി രോഹിത്, ട്രഷറർ C ദിനേശ് കുമാർ, അംഗങ്ങളായ ദിനു ചാക്കോല, ജാക്സൺ, പെരിങ്ങോട്ടുകര അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് BN അരുൺകുമാർ, കേന്ദ്ര കമ്മിറ്റി അംഗം പ്രേംലാൽ കുറ്റിക്കാട്ട് എന്നിവർ സംസാരിച്ചു. സെന്ററിനെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ പോകാറുണ്ട്. അപ്പൊ അത് പിന്നിൽ പ്രവർത്തിക്കുന്ന സുഗുണേട്ടൻ അടക്കമുള്ളവർ അഹോരാത്രം സാമ്പത്തികമായി ഇടപെടൽ വേണം. കാരണം ഇത് എല്ലാ കാലത്തും സാമ്പത്തികമായി കുറേയേറെ ആളുകളുടെ സഹായം സ്വീകരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിലൊക്കെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഒരു മഹത്തരമായ കാര്യമാണ്. ആ മഹത്തരമായ കാര്യം ഒരു ജീവകാരുണ്യ പ്രവർത്തനം കൂടിയാണ് എന്നതുകൊണ്ട് തന്നെ താന്യം പഞ്ചായത്ത് എപ്പോഴും ഇതിനെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് താന്യം പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങളും താന്യം പഞ്ചായത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരും ഈ മഹത് പ്രസ്ഥാനത്തെ എപ്പോഴും മനസ്സിലേറ്റിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ സെന്ററിന് താന്യം പഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകളും. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ.
Manapuram Geeta Ravi Public School. The joy of learning. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. തളിക്കുളത്ത് വീട്ടുമുറ്റത്ത് പടക്കമെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ബഗീഷും ശ്രീജിത്തും റിമാൻഡിൽ. വീട്ടുമുറ്റത്ത് അതിക്രമിച്ചു കയറി സ്ഫോടക വസ്തുക്കൾ പൊട്ടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കേസിൽ 2 പേരെ തൃശൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തളിക്കുളം നമ്പിക്കടവ് സ്വദേശി 47 വയസ്സുള്ള പൂരാടൻ വീട്ടിൽ ബഗീഷ്, തമ്പാങ്കടവ് സ്വദേശി 43 വയസ്സുള്ള തന്നിപ്പാറൻ വീട്ടിൽ ശ്രീജിത്ത് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള സംഘം പോലീസ് അറസ്റ്റ് ചെയ്തത്. മെയ് 6 രാത്രി 7:30 സംഭവമുണ്ടായത്. തളിക്കുളം നമ്പിക്കടവ് ബീച്ച് സ്വദേശിയായ യുവതിയുടെ വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറിയ പ്രതികൾ ഗുണ്ടുകളും പടക്കങ്ങളും പൊട്ടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. ഇത് തടയാൻ ശ്രമിച്ച യുവതിയെയും ഭർത്താവിനെയും പ്രതികൾ അസഭ്യം പറയുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തു. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ അറസ്റ്റിലായത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കേരളത്തിൻ്റെ തനത് ക്ഷേത്ര കലാരൂപമായ ഓട്ടംതുള്ളൽ ആദ്യമായി സ്കോട്ട്ലൻഡിൻ്റെ സാംസ്കാരിക വേദിയിലെത്തുന്നു. ഈ ചരിത്ര നേട്ടത്തിന് നേതൃത്വം നൽകുന്നത് പ്രശസ്ത ഓട്ടംതുള്ളൽ ആചാര്യനും കലാകാരനുമായ മണലൂർ ഗോപിനാഥാണ്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ ഫെസ്റ്റിവലിലും ലണ്ടനിലുമായി നടക്കുന്ന സാംസ്കാരിക പരിപാടികളിൽ ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുന്നതിനൊപ്പം അദ്ദേഹത്തിന് സാൻ TV ഇൻ്റർനാഷണൽ കൾച്ചറൽ എക്സലൻസ് അവാർഡ് 2026 സമ്മാനിക്കും. കേരളത്തിൻ്റെ കലാപൈതൃകം ലോകവേദികളിലേക്ക് എത്തിക്കുന്നതിലെ ശ്രദ്ധേയമായ സംഭാവനകളെ മാനിച്ചാണ് ഈ ബഹുമതി. ജൂലൈ 5 നടക്കുന്ന ഗ്ലാസ്ഗോ ഫെസ്റ്റിവലിലാണ് ഓട്ടംതുള്ളൽ ആദ്യമായി സ്കോട്ട്ലൻഡിൽ അരങ്ങേറുന്നത്. തുടർന്ന് ജൂലൈ 11 സൗത്ത് ഏഷ്യൻ മ്യൂസിക് ആൻഡ് ഡാൻസ് ഫെസ്റ്റിവലിലും ജൂലൈ 18 ലണ്ടനിലും മണലൂർ ഗോപിനാഥ് ഓട്ടംതുള്ളൽ അവതരിപ്പിക്കും. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരളത്തിൻ്റെ ഈ ജനകീയ ക്ഷേത്ര കലാരൂപം ആദ്യമായി യൂറോപ്യൻ വേദികളിൽ അവതരിപ്പിക്കപ്പെടുന്നത് മലയാളികളുടെ സാംസ്കാരിക ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലായാണ് വിലയിരുത്തപ്പെടുന്നത്. ഓട്ടംതുള്ളലിനെ കാലാനുസൃതമായി അവതരിപ്പിച്ച് പുതിയ തലമുറയിലേക്കും രാജ്യാതിർത്തികൾക്കപ്പുറത്തേക്കും എത്തിക്കുന്നതിൽ മണലൂർ ഗോപിനാഥ് നടത്തിയ ദീർഘകാല പ്രവർത്തനങ്ങളാണ് അന്താരാഷ്ട്ര അംഗീകാരത്തിന് വഴിയൊരുക്കിയത്. പരമ്പരാഗത കലാരൂപത്തിൻ്റെ സംരക്ഷണത്തിനും പ്രചാരണത്തിനും നൽകിയ സമഗ്ര സംഭാവനകളെ മുൻനിർത്തിയാണ് പുരസ്കാരം അദ്ദേഹത്തിന് സമ്മാനിക്കുന്നത്. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ ഡോക്ടേഴ്സ് ദിനാചരണം നടത്തി. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി പ്രമോദ് കണിമംഗലത്ത് അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ആൻഡോ തൊറയൻ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ദീപ, ഡോക്ടർ മനു, ഡോക്ടർ നിസീറ എന്നിവരെ ഷാൾ അണിയിച്ച് ഡോക്ടേഴ്സ് ദിനാചരണ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായ പോൾ പുലിക്കോട്ടിൽ, ഷീജ ജോഷി, സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ എന്നിവർ സംസാരിച്ചു. ലോകത്തിലെ മനുഷ്യരെ സംരക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതം നിലനിർത്താനായിട്ട് ദൈവം അയച്ച ദൂതന്മാരാണ് ഡോക്ടർമാരെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ എല്ലാവിധ ആശംസകളും ഹൃദയപൂർവ്വം നേരെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഏതൊരു പ്രതിസന്ധി വരെയായാലും ആരോഗ്യ പരിപാലന രംഗത്ത് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് നിലകൊള്ളുന്ന ഒരു വിഭാഗമാണ് ഡോക്ടർമാർ. കാരണം ഏതൊരാൾക്കും കൺസൾട്ടേഷൻ എന്ന് പറയുമ്പോൾ ആ കൺസൾട്ടേഷൻ ചെന്ന് ഇരുന്ന് അവരായിട്ട് സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ആ രോഗത്തിന് പ്രതിവിധി കാണാനായിട്ടുള്ള മരുന്ന് തരുന്നവരാണ് ഡോക്ടർമാർ. അപ്പോൾ അതുപോലെ ഏത് കാര്യം വന്നാലും പ്രത്യേകിച്ച് ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടേഴ്സ് സന്നദ്ധയുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി അടുത്തിടപഴകുന്നവരാണ്. അപ്പോൾ ഈ ഒരു ദിവസം ഇവരെ മറക്കാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. എല്ലാവർക്കും ഹൃദയപൂർവ്വം. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മികവ് 2026 മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സലീഷ് NS ഉദ്ഘാടനം ചെയ്തു. അമ്മയുടെ ഗർഭപാത്രത്തിൽ
10 മാസം കടന്ന് പുതിയ ലോകത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് നമ്മളൊരു കരച്ചിൽ അറിയും. എല്ലാവരും പറയാം കരച്ചിൽ പുറത്ത് നഴ്സറി അടിയടിക്കുമ്പോൾ അതിലുള്ള വേദനയിൽ കരയുന്നതാണ്. പക്ഷേ നമ്മളൊരു ലോകത്തിലേക്ക് കടന്നു കയറുകയാണ്, നമ്മൾ ജനിക്കുകയാണ്. ഭൂമി എന്ന് പറയുന്ന ഗ്രഹത്തിലേക്ക് നമ്മളൊരു ജീവൻ്റെ മുട്ടായി താഴോട്ട് ഉള്ളിലോട്ട് കടന്നു വരണം. എന്താണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ആ സമയത്ത് പെട്ടെന്ന് നമ്മൾ അതുവരെയുള്ള അന്തരീക്ഷത്തിൽ നിന്ന് വേറൊരു അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ അനുഭവത്തിൽ നിന്നാണ് നമുക്ക് കരച്ചിലുണ്ടാകുന്നത്. ഇത് ഞാൻ പറയുന്നത് നമ്മുടെ ഓരോ ജീവിതം നമുക്കാകെ ഒരു 70 വർഷക്കാലം അല്ലെങ്കിൽ 60 വർഷക്കാലം അത്രയും ഉണ്ടാവുക എന്ന് പോലും നമുക്കറിയില്ല. ഒരു കാലയളവ് മാത്രമേ നമ്മളിവിടെ ചിലവഴിക്കുള്ളൂ. അത് കഴിഞ്ഞ് മരണം കഴിഞ്ഞാൽ നമ്മൾ എവിടേക്ക് പോകുന്നത് എന്നുള്ളത് പോലും നമുക്കറിയില്ല. അപ്പം നമുക്ക് ഭൂമിയിൽ കിട്ടുന്നത് ആകെ ഒരു 60-70 വർഷങ്ങൾ, അത്രയും കിട്ടാത്ത ആളുകളുണ്ട്. അതൊരു അനുഗ്രഹമാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ സ്ഥലത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ, ഭൂമിയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്കതൊരു അനുഗ്രഹമാണ്. ഞാൻ പറയുന്നത് 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുന്നുള്ളൂ. അങ്ങനെ ജനിച്ചു വരുന്ന സമയത്ത് നമ്മുടെ അച്ഛൻ, ഇപ്പോഴത്തെ മോഡേൺ അച്ഛൻ എന്ത് ചെയ്യുന്നു, ഉടൻ തന്നെ ഒരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ എനിക്കതാ രാജകുമാരൻ ജനിച്ചിരിക്കുന്നു, അവരുടെ പേരിന്നത് അനന്തരവൻ, എൻ്റെ തറവാടിനെ ലോകത്തിലെ SS-ലേക്ക് ഉയർത്തുന്നവൻ മെസ്സി അല്ലേ. എല്ലാ മക്കൾക്കും എല്ലാ അച്ഛനും എൻ്റെ മകൻ മെസ്സി ആയിരുന്നു എനിക്ക് ചിന്തിക്കുന്ന കാലമാണ്. ലോകകപ്പ് തുടങ്ങിയപ്പോൾ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ മകൻ മെസ്സി ആയിരുന്നെങ്കിൽ. ഫാദർ റാഫേൽ മുത്തുപീടിക അധ്യക്ഷനായി. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ, പ്രിൻസിപ്പൽ സ്മിത P. ജോസ്, ഹെഡ്മാസ്റ്റർ ഫ്രാൻസിസ് KK, PTA പ്രസിഡന്റ് ജോസഫ് CC, മദർ PTA പ്രസിഡന്റ് JC വർഗീസ്, വാർഡ് മെമ്പർ ജോബി CL, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശാന്ത സോളമൻ, PTA എക്സിക്യൂട്ടീവ് അംഗം ലൂയിസ് താണിക്കൽ, റീന ടീച്ചർ, ഷെറിൻ, സിനി സോളമൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടേഴ്സ് ദിനം പ്രമാണിച്ച് കണ്ടശങ്കടവ് PJM GLP സ്കൂളിലെ വിദ്യാർത്ഥികൾ മണലൂർ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലെ ഡോക്ടർമാരെ ആദരിച്ചു. വാർഡ് മെമ്പർ ജോജു തേക്കാനത്ത് പൊന്നാടയണിയിച്ചു. പ്രധാനാധ്യാപിക PJ ജോളി, അധ്യാപകരായ നിമ്മി PM, ആരതി MP, MPTA പ്രസിഡന്റ് അനീഷ, വാർഡ് മെമ്പർ വിനീത് പാറമേൽ എന്നിവർ സംസാരിച്ചു. താന്യം ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയ്ക്കുള്ള വാഹനം താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് മീന സുനിൽ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR പ്രതീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാനിബ നൌഷിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ശിവരാമൻ, വാർഡ് മെമ്പർമാരായ VK സന്തോഷ്, ഷിമ്മി ശിവദാസ്, അജിത മോഹനൻ, AK അനിൽകുമാർ, ഷൈനി ബാലകൃഷ്ണൻ, സതി ജയചന്ദ്രൻ, PR സുരേന്ദ്രനാഥ്, മിനി ചന്ദ്രൻ, ശ്രീകേഷ് S ചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുനിത എന്നിവർ സംസാരിച്ചു. സ്വന്തമായൊരു വാഹനം എന്നത് നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു. തൃശ്ശൂർ നഗര കോർപ്പറേഷൻ്റെ നഗര സഞ്ചയിക പദ്ധതിയുടെ ഭാഗമായി 5.25 ലക്ഷം രൂപ എന്തോ ഒരു ഉൾവിളി വന്ന മാതിരി അവസാന ദിവസം ഞാനും സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും കൂടി കോർപ്പറേഷൻ്റെ ഓഫീസിൽ പോയപ്പോൾ 5.25 ലക്ഷം രൂപ ബാക്കിയുണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. അപ്പോൾ അത് നമ്മുടെ ഭരണസമിതിക്ക്. താന്യം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര 110 സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് വെച്ച് ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്തിലെ നമ്മുടെ ചെറുപ്പകാലത്ത് മഴ അങ്ങനെ കൂട്ടി പിടിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു പട്ടിണിയുടെ കാലഘട്ടമാണ്. മഴ നന്നായി പെയ്യുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ പട്ടിണിയൊന്നുമില്ല, പട്ടിണിയില്ല, പരിവർത്തനമില്ല, പ്രയാസങ്ങളില്ല, ദുഃഖങ്ങളില്ല. അങ്ങനെ കേരളീയ ജനത ബഹുദൂരം മുന്നോട്ട് പോയി. കാർഷിക മേഖലയിലും കേരളത്തിൻ്റെതായ ചില പ്രത്യേകതകൾ കേരളത്തിലും. കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്ന ആളുകൾ ഭൂരിപക്ഷവും കേരളത്തിലില്ല.
ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു 15-20 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഒരു മാസം ജീവിക്കാനുള്ള പൈസ നാളികേരം കിട്ടാൻ കിട്ടും. ഇപ്പം നാളികേരം ഒരു കാലത്ത് നാളികേരം കൃഷി വളരെ സജീവമായി തന്നെ ഒരു ജീവിതമാർഗമായി കണ്ടെത്തിയ കാലം ഉണ്ടായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മീനാദേവി അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വസന്തൻ മുഖ്യാതിഥിയായിരുന്നു. താന്യം കൃഷി ഓഫീസർ രൺദേവ് KR പദ്ധതി വിശദീകരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാനിബ നൌഷിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശിവരാമൻ MK, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രതീഷ് KR, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മായ TB, സിജോ പുലിക്കോട്ടിൽ, വാർഡ് മെമ്പർമാർ, പെരിങ്ങോട്ടുകര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KK കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. KSKTU ചേർപ്പ് ഏരിയ കമ്മിറ്റി പെരിങ്ങോട്ടുകര പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തൊഴിലുറപ്പിനെ അട്ടിമറിക്കുന്ന VBG റാംജി നിയമം പിൻവലിക്കുക, പഴയ തൊഴിലുറപ്പ് നിയമം പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSKTU ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. സംസ്ഥാന കമ്മിറ്റി അംഗം വർഗീസ് കണ്ണംകുളത്തി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് MV മുകേഷ് അധ്യക്ഷനായി. NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KR പ്രജിത്ത്, KSKTU ജില്ലാ കമ്മിറ്റി അംഗം കോമളം രാജൻ, ഏരിയ സെക്രട്ടറി KC രമേശ്, ബിന്ദു വിനോദ് എന്നിവർ സംസാരിച്ചു. പുതിയ ബഡ്ജറ്റ് പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ അങ്ങനെ പെൻഷൻ മേടിക്കുന്ന ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പേരിൽ 1000 രൂപ പെൻഷൻ മേടിക്കുന്നവരൊക്കെ അർഹതപ്പെട്ടവരല്ല, അനർഹരാണ് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി സതീശൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 32 ലക്ഷം സ്ത്രീകളുടെ മുഖത്ത് നോക്കി അവരോട് പറഞ്ഞു, നിങ്ങളൊന്നും സ്ത്രീകളല്ല, നിങ്ങൾക്കൊന്നും അർഹതയില്ല എന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നത്. പറഞ്ഞാൽ വോട്ടൊക്കെ ചെയ്തല്ലോ, വോട്ട് ചെയ്യാനുള്ളത് അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. ബൂത്ത് നോക്കിയപ്പോൾ മനസ്സിലായി. ബൂത്തിൻ്റെ കണക്കൊക്കെ എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി. ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നമ്മൾ ജയിച്ചത് ചുരുങ്ങിയത് ഒരു 90 സീറ്റ് കിട്ടുന്ന പെട്ടി പൊട്ടിച്ചപ്പോൾ എന്തുണ്ടായി? നമുക്ക് 35 ഉള്ളൂ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്ക് ആവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745 782120 0487 240 2020.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ജേഴ്സി ഡേ നടത്തി. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഷിനോജ് ചന്ദ്രൻ തൂഫാൻ ഗോളടിച്ചുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ വിമുക്തി ക്ലബ് ആന്റി ഡ്രഗ് തൂഫാന്റെ ഭാഗമായി നടത്തിയ ജേഴ്സി ഡേയിലെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. തുടർന്ന് ലോകകപ്പിലെ പ്രബല ടീമുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ടീം അംഗങ്ങളെ മാനേജർ അജിത് പ്രസാദ് പരിചയപ്പെട്ടു. പ്രിൻസിപ്പാൾ ബിന്ദു സോമൻ, വൈസ് പ്രിൻസിപ്പാൾ സരിത എൻ, സീനിയർ സെക്ഷൻ ഹെഡ് നിഷ AP എന്നിവർ സംസാരിച്ചു. കായിക അധ്യാപകരായ സുനിൽകുമാർ, വിദ്യ ജിനേഷ് എന്നിവർ നേതൃത്വം നൽകി. നിങ്ങളെ ഒരു വയസ്സ് മുതിർന്നവരാണ് കൃത്യമായ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. ജീവിതത്തിൽ നഷ്ടം ഉണ്ടാവും, എല്ലാ രീതിയിലുള്ള നിങ്ങൾ എല്ലാ കഴിവുകളും ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ലഹരി എന്നുള്ള കാര്യം ഇതിലൂടെ നിങ്ങൾ തന്നെ മാറുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ നല്ലൊരാശംസകളും. BJP ചേർക്കര മേഖലാ കമ്മിറ്റിയുടെയും മഹിളാ മോർച്ച പഞ്ചായത്ത് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഗവൺമെൻറ് ഹോമിയോ ആശുപത്രിയിലെ ഡോക്ടർ P. സജിയെ ആദരിച്ചു. മഹിളാ മോർച്ച പ്രസിഡന്റ് രഹന ബിനീഷ് ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി PT ശ്രീകുട്ടൻ അധ്യക്ഷനായി. വാർഡ് ഇൻചാർജ് ബൈജു ഇയാനി കോറോത്ത്, ഭാരവാഹികളായ ചന്ദ്രൻ പണിക്കശ്ശേരി, മോഹനൻ എരഞ്ഞെഴുത്ത്, ഷൈബു പുളിപ്പറമ്പിൽ, സുമി മനോജ്, സംഗീത നവോദയ, സുബി ചേർക്കര, ജഗന്നിവാസൻ, അജയൻ തോട്ടുപുര എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ സമൂഹത്തിൽ ആദരിക്കേണ്ട 2 ആൾക്കാരെന്ന് വെച്ചാൽ ഒന്ന് പോലീസുകാരും ഒന്ന് ഡോക്ടേഴ്സിനാണ്. അവർ ചെയ്യുന്ന സേവനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് അവരെ പോലത്തെ സേവനം ചെയ്ത് നമുക്ക് ഉപയോഗപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ നല്ലത്. പോലീസിൻ്റെ കീഴിലായാലും കുറേ ഇതിൻ്റെ ഡ്രഗ്സിൻ്റെ ഇതിൻ്റെയൊക്കെ ആയാലും ഇവരായാലും നമ്മൾ എത്രത്തോളം നമ്മൾ രോഗങ്ങളായി വന്ന് ആ ഡോക്ടറെ ആ പരിഗണനയും അവരുടെ വർത്തമാനത്തിലൂടെയാണ് നമുക്ക് ആ രോഗത്തിൻ്റെ പകുതി മുക്കാലും നമുക്ക് മാറിക്കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനത്തെവരൊക്കെ നമ്മൾ നല്ല രീതിയിൽ ആദരിക്കുക തന്നെ വേണം. ഡോക്ടേഴ്സ് ഡേയുടെ ഭാഗമായി ഏങ്ങണ്ടിയൂർ ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ചേറ്റുവ ഫിനിക്സ് മെഡിസിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ഡോക്ടർമാരെ ആദരിച്ചു. ഏങ്ങണ്ടിയൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ശിവദാസ് ES ഉദ്ഘാടനം നിർവഹിച്ചു. ലയൺസ് ക്ലബ് സോൺ ചെയർപേഴ്സൺ ഹരിലാൽ പണിക്കശ്ശേരി, വൈസ് പ്രസിഡന്റ് കണ്ണൻ VS, അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി മോഹൻദാസ് PR എന്നിവർ ഡോക്ടർമാരെ അനുമോദിച്ചു. ഫിനിക്സ് മെഡിസിറ്റി സൂപ്രണ്ട് ഡോക്ടർ EK രാമചന്ദ്രൻ, ലയൺസ് ക്ലബ് ട്രഷറർ മനോജ് KR, ഫിനിക്സ് മെഡിസിറ്റി അഡ്മിനിസ്ട്രേറ്റർ അഭിലാഷ് K, നഴ്സിംഗ് സൂപ്രണ്ട് സാനി ഫ്രാൻസിസ്, ലയൺസ് മെമ്പർ രാജൻ PS എന്നിവർ സംസാരിച്ചു. ഫിനിക്സ് മെഡിസിറ്റി സൂപ്രണ്ട് ഡോക്ടർ EK രാമചന്ദ്രൻ, ഡോക്ടർ M. സുജാത, ഡോക്ടർ അനുരാഗ് നായർ, ഡോക്ടർ ഷാഹിന അബ്ദുൾ റഹ്മാൻ, ഡോക്ടർ നസ്രീൻ ഫാത്തിമ, ഡോക്ടർ സച്ചിൻ മേനോൻ എന്നീ ഡോക്ടർമാരെയാണ് ആദരിച്ചത്. ഡോക്ടേഴ്സ് ഡേയിൽ ഞങ്ങൾ ഫിനിക്സ് ഈ ഹോസ്പിറ്റലിലത്തെ എല്ലാ ഡോക്ടർമാരെയും ആദരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഡോക്ടേഴ്സ് ഞങ്ങളൊരു ആദരം കഴിഞ്ഞു ഓൾറെഡി. പക്ഷേ
ഇപ്പോൾ എന്തായാലും ഡോക്ടറുണ്ട്, ഞങ്ങളുടെ ക്ലബ്ബ് മെമ്പറും പ്രീവിയസ് പ്രസിഡൻറ്റും കുറേ പോർട്ട്ഫോളിയോ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിനും. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ ചന്തപ്പടി മൈതാനിയിൽ ഞാറ്റുവേല ചന്ത ഒരുക്കും. കുടുംബശ്രീ, സഹകരണ സംഘങ്ങൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നിവയുമായി ചേർന്നാണ് ഈ മാസം 2 മുതൽ 5 വരെ ഞാറ്റുവേല ചന്ത ഒരുക്കുന്നത്. കാർഷിക പദ്ധതികളെക്കുറിച്ച് കർഷകരിൽ അവബോധം നൽകുകയും ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുകയുമാണ് ഞാറ്റുവേല ചന്തയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 5-ന് വലപ്പാട് ചന്ത മൈതാനത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗീതാഗോപി MLA ഞാറ്റുവേല ചന്ത ഉദ്ഘാടനം ചെയ്യും. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ അധ്യക്ഷനാകും. വലപ്പാട് കൃഷി ഓഫീസർ ലക്ഷ്മി K മോഹൻ പദ്ധതി വിശദീകരണം നടത്തും. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രേമൻ തുടങ്ങിയവർ മുഖ്യ അതിഥികളാകും. തുടർന്ന് വൈകിട്ട് 7 മണിക്ക് ഗാനമേള അരങ്ങേറും. 50ഓളം സ്റ്റാളുകളിലായി കാർഷികേതര പ്രദർശനങ്ങൾ, കർഷക സഭ, കേരള കാർഷിക സർവകലാശാലയുടെ സഞ്ചരിക്കുന്ന കാർഷിക വിജ്ഞാന പ്രദർശന വണ്ടി, മെഡിക്കൽ ക്യാമ്പുകൾ, സെമിനാറുകൾ, തീരമൈത്രി ഭക്ഷ്യമേള തുടങ്ങിയവയും ഒരുക്കും. വിത്ത്, നടീൽ വസ്തുക്കൾ, പച്ചക്കറി തൈകൾ, ജൈവവളം, ജൈവ കീടനാശിനി തുടങ്ങിയവയുടെ വിൽപ്പന ഞാറ്റുവേല ചന്തയിൽ ഉണ്ടാകും. ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് ഞാറ്റുവേല ചന്തയുടെ സമാപനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PS ഷജിത്, സുമേഷ് പാനാട്ടിൽ, രശ്മി ഷിജോ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗേളി ഷാജി, കൃഷി ഓഫീസർ ലക്ഷ്മി K മോഹൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മോഡൽ ഹൈസ്കൂൾ പുതിയങ്ങാടിയിൽ ഡോക്ടേഴ്സ് ദിനം ആചരിച്ചു. കുട്ടികളും അധ്യാപകരും തളിക്കുളം CHC സന്ദർശിച്ചു. ഡോക്ടർമാരെ പൊന്നാടയണിയിച്ചു. KG സെക്ഷൻ കുട്ടികൾ ഫാൻസി ഡ്രസ്, സ്കിറ്റ് എന്നിവ അവതരിപ്പിച്ചു. ഡോക്ടർമാരുടെ സേവനം വിലമതിക്കുന്നതാണെന്നും അവർ സമൂഹത്തിൽ ആദരിക്കപ്പെടേണ്ടവരും ബഹുമാനിക്കപ്പെടേണ്ടവരുമാണെന്ന് പ്രധാന അധ്യാപകൻ PS സൈനുദ്ദീൻ പറഞ്ഞു. അവരുടെ വിലയും കാര്യങ്ങളൊക്കെ അറിയാം. അവിടെ ചേർന്നിരിക്കുന്നത് ഡോക്ടേഴ്സ് ഡേയുടെ ഒരു പ്രത്യേകതയ്ക്കാണ്. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സംസ്ഥാനത്തൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന നിപ്പ വൈറസ് പോലുള്ള മാരകമായ രോഗങ്ങൾ, അതുപോലെ മലിനമായ ജലത്തിൽ നിന്നും ആഹാരത്തിൽ നിന്നും പകർന്ന ശിഖല്ല പോലുള്ള രോഗങ്ങളുടെ ഒരു കാലമാണിത്. അപ്പോഴെല്ലാം നമുക്ക് നമ്മുടെ ദൈവം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഈ ഡോക്ടേഴ്സ്. അവർ സ്വന്തം ജീവൻ പണയപ്പെടുത്തി മറ്റുള്ളവരെ ചികിത്സിക്കുകയാണ്. അപ്പോൾ അവരുടെ സേവനവും സമർപ്പണവും എല്ലാം സമൂഹത്തിന് എന്നും പ്രചോദനമായിരിക്കും. ലയൺസ് ക്ലബിൻ്റെ ഈ വർഷത്തെ 5 സർവീസ് പ്രൊജക്റ്റുകളുടെ റീജിയൻ തല ഉദ്ഘാടന കർമ്മം GST കോർഡിനേറ്റർ സുരേഷ് കരുൺ നിർവഹിച്ചു. മണലൂർ സാന്റ് ജോസ് ഹോമിൽ നടന്ന ചടങ്ങിൽ റീജിയൻ ചെയർമാൻ പീതാംബരൻ ആരംഭത്ത് മുഖ്യപ്രഭാഷണം നടത്തി. പരിപാടിയുടെ ഭാഗമായി പോഷകാഹാര വിതരണവും സാന്റ് ജോസ് ഹോമിലേക്ക് കാഞ്ഞാണി സെൻട്രൽ ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ 1 ചാക്ക് അരി കൈമാറലും നടന്നു. ഹ്യൂമാനിറ്റേറിയൻ സർവീസ് പ്രൊജക്ടിൻ്റെ ഭാഗമായി വൃക്ഷത്തൈ വിതരണവും സംഘടിപ്പിച്ചു. തുടർന്ന് MM മെഡിക്കെയറിൻ്റെ നേതൃത്വത്തിൽ പ്രമേഹ, തൈറോയിഡ് പരിശോധനകളും കാഞ്ഞാണി സൈമൺസ് ഐ ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിൽ നേത്ര പരിശോധന ക്യാമ്പും നടന്നു. 100ഓളം പേർ ആരോഗ്യ ക്യാമ്പിൽ പങ്കെടുത്തു. ചടങ്ങിൽ മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം KV ഡേവിസ്, ക്യാബിനറ്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ, ഡിസ്ട്രിക്ട് അഡ്വൈസർ AP രാമകൃഷ്ണൻ, ഡിസ്ട്രിക്ട് സെക്രട്ടറി MC മദനകുമാർ, അഡീഷണൽ സെക്രട്ടറി MM ദിനേശൻ, ബ്രദർ തോംസൺ, പ്രഭ രാജൻ, സോൺ ചെയർമാൻമാരായ ഹരിലാൽ അപ്പുകുട്ടൻ, രാജൻ ജോസ്, ഏരിയ ചെയർപേഴ്സൺ അമൃത ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. കാഞ്ഞാണി, ഏങ്ങണ്ടിയൂർ, വെങ്കിടങ്ങ്, വാടാനപ്പള്ളി, കാഞ്ഞാണി സെൻട്രൽ, തളിക്കുളം, നാട്ടിക, പെരിങ്ങോട്ടുകര എന്നീ ലയൺസ് ക്ലബ്ബുകളിലെ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ട്രഷറർമാർ ഉൾപ്പെടെ വിവിധ ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുത്തു. ഈ റീജിയണിൻ്റെ കീഴിൽ 7 ക്ലബ്ബുകളുണ്ട്. ആ 7 ക്ലബ്ബുകളും ഇന്ന് പങ്കെടുത്തു. അവരുടെ മെമ്പർമാരും അങ്ങനെ എല്ലാവരും കൂടി നമ്മൾ 5 സർവീസ് പ്രോജക്റ്റ് ചെയ്തു. അങ്ങനെ ഉള്ള പ്രോജക്റ്റൊക്കെ ചെയ്തു. ഇനി ഈ വർഷം മുതൽ നമ്മുടെ 7 ക്ലബ്ബുകളും ഈ കാഞ്ഞാണി, വാടാനപ്പള്ളി, കാഞ്ഞാണി സെൻട്രലാണ്, വാടാനപ്പള്ളി, ഏങ്ങണ്ടിയൂർ, നാട്ടിക, തളിക്കുളം, പെരിങ്ങോട്ടുകര, വെങ്കിടങ്ങ്, അതിൽ അത്രയും ക്ലബ്ബുകൾ നിരവധി സേവന പ്രവർത്തനങ്ങൾ ചെയ്ത് നമ്മുടെ ഈ നാട്ടിൽ കുറേ നന്മകൾ ഉണ്ടാക്കും. അപ്പോൾ അതിന് പത്രമാധ്യമങ്ങളുടെയും
ഗ്രാമ്യ പോലെയുള്ള ചാനലുകളുടെയും ആ ഒരു സഹകരണം, സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മണലൂർ സെന്റ് തെരേസാസ് UP സ്കൂളിൽ ദേശീയ ഡോക്ടേഴ്സ് ഡേ ആചരിച്ചു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ സാനി തെരേസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ആന്റണി തോപ്പിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. അനീറ്റ ടീച്ചർ, പ്രധാനാധ്യാപിക സിസ്റ്റർ സാനി തെരേസ് എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ ഗീവർഗീസിന്റെയും സംയുക്ത ഊട്ടുതിരുനാൾ നടത്തി. പഴുവിൽ ഫൊറാന വികാരി ഫാദർ ജോബ് വടക്കൻ തിരുനാൾ കാർമ്മികനായി. ഇടവക വികാരി ഫാദർ ടെഡ്സ് കുന്നപ്പിള്ളി, കൈക്കാരന്മാരായ പ്രതീഷ് ജോസ്, സിജോ CJ, ഫെബി തോട്ടുങ്ങൽ എന്നിവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കയ്പമംഗലം യൂണിറ്റ് കൺവെൻഷനും പുതിയ അംഗങ്ങൾക്ക് സ്വീകരണവും നൽകി. KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി MT വർഗീസ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VK അശോകൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് R വിശ്വനാഥൻ മുഖ്യ അതിഥിയായി. സെക്രട്ടറി KU സുബ്രഹ്മണ്യൻ അംഗത്വ വിതരണം നടത്തി. ട്രഷറർ AS രാധാകൃഷ്ണൻ, സാംസ്കാരിക വേദി കൺവീനർ KB ബീന, ബ്ലോക്ക് കമ്മിറ്റി അംഗം KR കൈരളി, യൂണിറ്റ് സെക്രട്ടറി MD സന്തോഷ്, ട്രഷറർ AV അൽഫോൻസ തുടങ്ങിയവർ സംസാരിച്ചു. പെൻഷൻ കിട്ടുന്നത് അപ്പൊ പെൻഷൻ കിട്ടുന്നത് നമുക്ക് പറയാൻ തന്നെ ചിലർക്ക് മടിയ എത്ര വേണോ നമ്മുടെ ഇപ്പൊ ജീവിതം ഓമിച്ച കാര്യമൊന്നും ഇപ്പൊ ആരും പറയുന്നില്ല. നമുക്കിത് 100% അർഹതയെന്ന് നമുക്ക് തോന്നണ്ടേ, എന്നാലല്ലേ നമുക്ക് മറ്റുള്ളവരോട് കൂടി ഇത് പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പെൻഷന്റെ കാര്യത്തില് നമ്മൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പെൻഷൻ സംഘടനയില് പെൻഷൻ സംഘടനയിൽ അപ്പൊ നിങ്ങൾ എല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കണം. ഡോക്ടേഴ്സ് ഡേയോടനുബന്ധിച്ച് വാടാനപ്പള്ളി ലയൺസ് ക്ലബ്ബ് തൃത്തല്ലൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഡോക്ടർമാരെ ആദരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് റലീഷ് രവീന്ദ്രൻ ഹോസ്പിറ്റൽ സൂപ്രണ്ട് സുജിയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി പ്രവീൺജിത്ത് കൊണ്ടർപ്പശ്ശേരി, ട്രഷറർ MV ബിജിത്ത്, മണികണ്ഠൻ തൃത്തല്ലൂർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഗിരീഷ്, ഏരിയ ചെയർപേഴ്സൺ അമൃത ജയപ്രകാശ്, PB സുനിൽകുമാർ, CB സുനിൽകുമാർ, മോഹൻ റോയ്, സുധീഷ് മാധവൻ, ജയപ്രകാശ് ചക്കമടത്തിൽ, അനന്തശയനൻ, സതീശൻ, പ്രജ്ഞൻ മണലൂർ എന്നിവർ സംസാരിച്ചു. സഹസ്ര ആർട്സ് സ്പോർട്സ് ആൻഡ് സോഷ്യൽ ക്ലബ്ബ് പാന്തോടിൻ്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് പെരുങ്ങോട്ടുകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു. എക്സൈസ് വകുപ്പ് ഇൻസ്പെക്ടർ N രാജേഷ് ഉദ്ഘാടനം ചെയ്ത് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. സനീഷ് സാരഥി അധ്യക്ഷനായി. പ്രധാനാധ്യാപിക ബിന്ദു, ക്ലബ്ബ് അംഗങ്ങളായ അശ്വിൻ റാം, വൈഗ CTS എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളിൽ ലഹരി വിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ലഹരിക്കെതിരെ പ്രതിജ്ഞയും 80 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി. തളിക്കുളത്ത് തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിച്ചതായി CPM ആരോപണം. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് UDF ഭരണസമിതി രാജിവെക്കണമെന്നും തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് CPIM തളിക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ധർണയിൽ നൂറുകണക്കിന് പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും പങ്കെടുത്തു. CPIM ഏരിയ കമ്മിറ്റി അംഗം KR സീത ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി IA തങ്കമണി അധ്യക്ഷത വഹിച്ചു.
തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മാസങ്ങളായി മസ്റ്റർ റോൾ പോലും അനുവദിക്കാതെ തൊഴിലും വരുമാനവും നഷ്ടപ്പെടുത്തുന്ന സമീപനമാണ് തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ UDF ഭരണസമിതി സ്വീകരിക്കുന്നതെന്ന് ധർണയിൽ നേതാക്കൾ ആരോപിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ നാട്ടിയ ഏരിയ സെക്രട്ടറി KC പ്രസാദ്, തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PA ഷിയാബ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോളി ബാബു, ഷമീർ നാലകത്ത്, റഷീദ സൈനുദ്ദീൻ, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി EVK സുഭാഷിതൻ എന്നിവർ സംസാരിച്ചു. അങ്ങനെ പല രീതിയിലുള്ള വാഗ്ദാനവും നൽകിക്കൊണ്ട് അധികാരത്തിൽ വന്ന ഗ്രാമപഞ്ചായത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന ഗ്രാമപഞ്ചായത്ത് ഇന്ന് അതിന്റെ ഭരണം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നടക്കുന്നില്ല എന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത രീതിയിൽ കഴിയും എന്നതിന് യാതൊരു വിധത്തിലുള്ള സംശയമില്ല. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടി നിൽക്കുന്ന സ്ത്രീകൾ എന്ന് ഈ സമരരംഗത്ത് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ മണലൂർ MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന PA മാധവൻ അന്തരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ VBG റാംജി പദ്ധതി പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങളുമായി KSKTU പ്രതിഷേധിച്ചു. കേരളത്തിൽ തനത് ക്ഷേത്രകലാരൂപമായ ഓട്ടംതുള്ളൽ ആദ്യമായി സ്കോട്ട്ലൻഡിന്റെ സാംസ്കാരിക വേദിയിലെത്തുന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.